പട്ടിയോ പൂച്ചയോ കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളടക്കം പേവിഷബാധ കാരണം ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പേവിഷബാധ വന്നു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണ്. നമുക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കുട്ടികൾ പെറ്റ്സിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, കടിച്ചാൽ മാത്രമല്ല അവരെ നക്കുക, അതുപോലെ ചെറിയ പോറൽ വരിക, നഖം കൊള്ളുക, അപ്പോൾ കണ്ണിലൊക്കെ അവർ പട്ടിയുടെ സലൈവ വീഴുക, ചുണ്ടിലൊക്കെ അവർ പട്ടിയൊന്ന് നക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താലും വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ പറയും പെറ്റ്സിൻ്റെ കൂടെ കളിക്കരുത്, അവരെ തുടരരുതെന്ന്. അപ്പോൾ ചെറിയ പോറലോ ചെറിയ കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ പേടിച്ചിട്ട് പറയാതിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളെയും നിങ്ങൾ പട്ടിയോ പൂച്ചയോ മാന്തുകയോ നക്കുകയൊക്കെ ചെയ്താൽ അവർ പറയാൻ വേണ്ടി അവർ കോൺഫിഡൻസ് കൊടുക്കുക, അവരെ ശീലിപ്പിക്കുക. അപ്പോൾ നമ്മൾ പട്ടിയോ പൂച്ചയോ കടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് വാട്ടറിൽ സോപ്പിട്ട് ആ മുറിവിൽ 15 മിനിറ്റ് കഴുകുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് താലൂക്ക് ആശുപത്രികളിൽ ചെന്നിട്ട് പേവിഷബാധയുടെ വാക്സിൻ എടുക്കുക. അപ്പം വലിയ മുറിവ്, അപകടമുള്ള മുറിവുകൾ, ചോര വരുന്ന മുറിവുകളൊക്കെ ആണെങ്കിൽ ഡോക്ടർ ഇത് കണ്ടതിന് ശേഷം സ്പെഷ്യലായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടി കൊടുക്കേണ്ടി വരും. ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് കുട്ടികളും മുതിർന്നവരും പേവിഷബാധ കാരണം മരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്നും കണ്ടുവരുന്നൊരു കാഴ്ചയായി മാറുകയാണ്. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക, ഉപയോഗപ്രദമാവട്ടെ.